സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു എന്ന വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്ത വരുന്നു. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. സ്കൂളിന് മുകളിലൂടെ വൈദ്യുത ലൈൻ അപകടകരമായ അവസ്ഥയിലാണ് പോയിരുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ദിലീപ് ദേവസ്വയുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഈ വീടിന് മുകളിലൂടെ പോയ വൈദ്യുത ലൈനിൽ തട്ടിയാണോ ഈ കുട്ടി മരിച്ചത്? ഡോക്ടർ അരുൺകുമാർ ഇന്ന് രാവിലെ സ്കൂളിലെത്തിയതായിരുന്നു. കൊല്ലം ഈ ഹൈസ്കൂളിലെത്തിയതായിരുന്നു മിഥുൻ. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. സ്കൂളിലെത്തി കുട്ടികളോടൊപ്പം കളിക്കുന്നതിനിടെ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ ചെരുപ്പ് പോയി അത് എടുക്കാൻ ചെന്നപ്പോഴാണ് കുട്ടിക്ക് ഷോക്കേറ്റത്. അപ്പോൾ നാട്ടുകാർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ അപകടകരമായ രീതിയിലാണ് ഇങ്ങനെ ഒരു വൈദ്യുതി ലൈൻ പോയത് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ആ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ആ സ്കൂളിലെത്തും. എന്തായാലും ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി. ഇന്ന് രാവിലെ ആയിരുന്നു നിരവധി കുട്ടികൾ പഠിക്കുന്ന കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മിഥുൻ. സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് പോയ ചെരുപ്പെടുക്കാൻ വേണ്ടിയായിരുന്നു മിഥുൻ അങ്ങോട്ട് പോയത്. അങ്ങനെ ലൈനിൽ തട്ടി ഷോക്കേറ്റാണ് ഇപ്പോൾ മിഥുൻ മരിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു വിശദീകരണം കൂടെ കേൾക്കേണ്ടതുണ്ട്.